ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, വേദിയിലുള്ള പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ സമാരാധ്യരായ നേതാക്കന്മാരെ, ഇഞ്ചക്കാട് ബാലേന്ദ്രൻ ചേട്ടൻ ഉൾപ്പെടെ, നൌഷാദ് പത്തനാപുരം ഉൾപ്പെടെ, ജെസ്സിയ ഉൾപ്പെടെയുള്ള എൻ്റെ സഹോദര കവി സുഹൃത്തുക്കളെ, പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, ഞങ്ങളെല്ലാം കവികൾ ഇപ്പോൾ വളരെ സജീവമായി പൊതു ഇടങ്ങളിൽ ഞങ്ങളുടെ കവിതയും വർത്തമാനവുമായി സമാനഹൃദയരുമായി സംവദിക്കുന്നത് കുറച്ചു കാലമായി കൂടി ഇരിപ്പുണ്ട്. അതിന് കാരണം കേരളത്തിലെ പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വിവിധ തലങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങൾ ആണ്. അതിനെക്കുറിച്ച് തന്നെ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ കഴിയൂ. കാരണം ഒരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ എങ്കിൽ പോലും ആ ജനാധിപത്യ പ്രക്രിയയുടെ ശാസ്ത്രീയമായ നടത്തിപ്പിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമാണോ ഇന്ത്യ എന്നത് ഒരു പ്രശ്നമാണ്. അങ്ങനെ ലോകത്തിലെ ഏറ്റവും ബൃഹത്തായ ഒരു ജനാധിപത്യ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി അത് സത്യത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് എന്ന് അടിസ്ഥാനപരമായി കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ പ്രക്രിയയിലൂടെയാണ് കേരളം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ഈ പുരോഗമന പ്രസ്ഥാനം ബ്രാഞ്ച് തലം മുതൽ ദേശീയ തലം വരെ എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ശാസ്ത്രീയമായും ചിട്ടയായും പ്രവർത്തിക്കേണ്ടത് എന്ന് ലോകത്തിന് ശക്തമായി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലാണ്. ആ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരുമെല്ലാം തെരുവുകളിൽ സമാനഹൃദയരുമായി സംവദിക്കുവാനുള്ള വലിയ സംഗമങ്ങൾക്ക് ഇടവരുന്നത്. ഇത് ഒരു വലിയ പുരോഗമന രാഷ്ട്രീയ വളർച്ചയുടെ അടയാളം ആണ്. കേരളത്തിൽ എന്നല്ല ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും സാംസ്കാരിക പ്രവർത്തനത്തെ ഇങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനവുമായി സംഗമിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു ആരോഗ്യകരമായ ജനാധിപത്യ പ്രക്രിയയിൽ സാംസ്കാരിക സാഹിത്യ പ്രവർത്തനം തന്നെ ആണ് രാഷ്ട്രീയ പ്രവർത്തനം എന്ന് അടയാളപ്പെടുത്തുന്ന അതിബൃഹത്തായ ചിന്തയുടെ ഭാഗമായിട്ടാണ് ഇവിടെ ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായി ഞങ്ങൾ കവികൾ ഇവിടെ വരികയും നിങ്ങളുടെ സ്നേഹവും വാത്സല്യവും സ്വീകരിക്കുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കവിതകൾ ആലപിക്കാൻ ഇടയാവുകയും ഒക്കെ ചെയ്യുന്നത്. തീർച്ചയായും ഇതൊരു വലിയ വിപ്ലവമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ തെരുവിൽ ഇങ്ങനെ ഇരിക്കുന്നത് ചരിത്രത്തിന്റെ നിയോഗത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മൾ ഈ തെരുവിൽ ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത് വ്യക്തിപരമായി നമുക്ക് എന്തെങ്കിലും നേട്ടമുണ്ടാക്കാൻ വേണ്ടി അല്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് ഇനി വരാൻ പോകുന്ന തലമുറയെ സംബന്ധിച്ചുള്ള നമ്മുടെ കരുതലിന്റെ ഭാഗമായിട്ട് ആണ്. കാരണം തീർച്ചയായും സർഗവാസനയുള്ളവർ, സർഗപ്രക്രിയയിലൂടെ കടന്നു പോകുന്നവർ, അവർ തീർച്ചയായും ഈ ഹൈമാസ്ക് ലൈറ്റ് പോലെ ആണ്. അത് അവരുടെ ഉള്ളിലേക്ക് ഇങ്ങനെ തിരിഞ്ഞിരിക്കുന്ന ഹൈമാസ്ക് ലൈറ്റിനെ അവരിങ്ങനെ തിരിച്ച് സമൂഹത്തിലെ ഇരുട്ടിലേക്ക് വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ആ വെളിച്ചം സമൂഹത്തെ നയിക്കണമെന്ന ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഉത്തരവാദിത്വ സമ്പൂർണമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി നമ്മൾ ഈ തെരുവിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് എന്നാണ് എനിക്ക് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഇരിക്കുന്ന ഇരിപ്പ് വളരെ അന്വർത്ഥമായ, വളരെ സാർത്ഥകമായ ഒരു ഇരിപ്പാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ആദ്യം ഉണ്ടാകേണ്ടതുണ്ട്. കാരണം എന്തും എപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ജീവിക്കേണ്ടി വരുന്നത് എന്നതാണ്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള ചർച്ചകളും സംഭാഷണങ്ങളും നടക്കുന്നുണ്ട്. ക്രിസ്ത്യാനി അല്ലെങ്കിൽ മുസ്ലിമായ ചെറുപ്പക്കാരൻ ഹിന്ദുവായ ചെറുപ്പക്കാരിയെ വിവാഹം കഴിച്ചാൽ
അത് വ്യഭിചാരമാണ് എന്ന് പറയത്തക്ക തരത്തിൽ കേരളത്തിലെയും ഇന്ത്യയിലെയും ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികൾ അധപ്പതിക്കുന്ന ഒരു കാലമാണ്. മെനഞ്ഞാന്ന് പത്രത്തിൽ കണ്ട ഒരു വാർത്ത കൂടെ ഞാൻ ഇതിന്റെ കൂടെ ചേർത്ത് വയ്ക്കുന്നു. അത് ഗുജറാത്തിലെ വിവിധ തെരുവോരങ്ങളിലെ തട്ടുകടക്കാരെ എല്ലാം അടിച്ചോടിക്കുകയാണ്. അതിനെതിരെ ഒരു തട്ടുകടക്കാരൻ കൊണ്ട് ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുക്കുകയും ആ കേസിൽ തട്ടുകടക്കാരന് അനുകൂലമായ വിധി വരികയും ആ വിധി രോമാഞ്ചകരമായ വർത്തമാനം ആ വിധിയിലൂടെ ജഡ്ജി പറയുകയും ചെയ്തു. എന്താണ് കാര്യം എന്നറിയാമോ? ഗുജറാത്തിലെ നമ്മുടെ നാട്ടിലെ തിരുവനന്തപുരം തട്ടുകടകളുടെ ഒരു കേന്ദ്രമാണ്. നിങ്ങൾ കേരളത്തിൽ ഏറ്റവും നല്ല തട്ടുദോശ കഴിക്കണമെങ്കിൽ നിങ്ങൾ സത്യമായും തിരുവനന്തപുരത്ത് വരണം. അപ്പൊ ഈ കേരളത്തിന്റെ ഒരു സാംസ്കാരിക, കേരളം എന്നല്ല നമ്മുടെ ഭാരതത്തിന്റെ ഒരു ഗ്രാമ്യതയുടെ, സ്നേഹത്തിന്റെ, തെരുവിന്റെയും കൂടെ ഒരു സാംസ്കാരിക വളർച്ചയുടെ അടയാളം കൂടെയാണ് തട്ടുകടകൾ. ഈ അഹമ്മദാബാദിലെയും ഗുജറാത്തിലെ മറ്റു ഭാഗങ്ങളിലെയും തട്ടുകടകൾ എടുത്തു കളയുവാൻ തീരുമാനിക്കുകയും അവിടുത്തെ പാവപ്പെട്ട തട്ടുകടക്കാരെ അവരുടെ എല്ലാ മുതൽ മുടക്കിനെയും നശിപ്പിക്കുകയും ചെയ്തു അവിടുത്തെ ഗവൺമെന്റ്. കാരണം എന്താണെന്നറിയോ? അവർ പറയുന്നു അത് മതവിശ്വാസത്തെ വ്രണപ്പെടുത്തുന്നു തട്ടുകടകൾ എന്നാണ്. നോക്കൂ ഹിന്ദുവായ ഒരു ചെറുപ്പക്കാരൻ മുസ്ലിമായ പെൺകുട്ടിയെ കല്യാണം കഴിച്ചാൽ അത് വിവാഹമല്ല, അത് വ്യഭിചാരമാണ് എന്നൊരു വശത്ത്. മറുവശത്ത് സാധാരണക്കാരൻ, പട്ടിണിക്കാരൻ, പാവപ്പെട്ടവൻ, കൃത്യമായി അധ്വാനിച്ച് ജോലി ചെയ്യുന്നവൻ, തട്ടുകട നടത്തുന്നവന്റെ തട്ടുകട അടിച്ചു പൊട്ടിച്ചിട്ട് ഭരണാധികാരികൾ പറയുന്നു അതൊരു മതത്തെ വ്രണപ്പെടുത്തും എന്ന്. എന്താണ് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് തട്ടുകട എന്ന് ചോദിച്ചപ്പോൾ അത് ചോദിക്കുന്നത് ആരാണ്? ഈ ഹൈക്കോടതിയാണ് ചോദിക്കുന്നത്. അപ്പോഴ് ഇവർ പറയുന്നത് ഈ തട്ടുകടയിൽ മാംസഭക്ഷണം വിതരണം ചെയ്യുന്നു, അത് ഞങ്ങളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ്. മാംസഭക്ഷണം വിതരണം ചെയ്താൽ അത് മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്നാണ്. മാംസഭക്ഷണം വിതരണം ചെയ്താൽ ഏത് മതത്തിന്റെ വികാരമാണ് പ്രിയപ്പെട്ടവരെ വ്രണപ്പെടുന്നത്? ലോകത്ത് ഒരു മതത്തിന്റെയും വികാരം വ്രണപ്പെടില്ല. കാരണം ഒരു മതവും മാംസാഹാരം പാടില്ല എന്ന് പറഞ്ഞിട്ടേ ഇല്ല ഒരിടത്ത്. ഈ മാംസാഹാരം വിളമ്പുന്ന തട്ടുകടകളെ അടിച്ചു പൊട്ടിച്ച് ആ തട്ടുകടക്കാരുടെ കയ്യും കാലും അടിച്ചൊടിച്ചവർ ആധികാരിക ഗ്രന്ഥമായി പറയുന്നത് നമ്മുടെ രാമായണത്തെയാണ്. നമ്മളെല്ലാം മര്യാദ പുരുഷനായി കാണുന്ന, ലോകോത്തരനായ മനുഷ്യന്റെ അടയാളമായി നമ്മളെല്ലാം കാണുന്ന ശ്രീരാമചന്ദ്രന്റെ കഥ പറയുന്ന രാമായണം ആണ് ഇവരുടെ അടിസ്ഥാന, ഈ പറയുന്നവരും അടിസ്ഥാന ഗ്രന്ഥമായി എടുക്കുന്നത്. എങ്ങനെയാണ് വിശുദ്ധ ഗ്രന്ഥങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്നത് എന്നുള്ളതാണ്. ഈ രാമായണത്തിലെ ഉത്തമ പുരുഷനായ രാമനും സീതയും ലക്ഷ്മണനും എല്ലാം നല്ല മാംസബുക്കുകളായിരുന്നല്ലോ. പിന്നെ എങ്ങനെയാണ് പാവപ്പെട്ട തട്ടുകടക്കാരൻ മാംസഭക്ഷണം വിതരണം ചെയ്യുന്നത് ഒരു മതവികാരത്തെ വ്രണപ്പെടുത്തുന്നത് എങ്ങനെയാണ്? കോൻവാസ്മിൻ സാമ്പ്രതം ലോകേ ഗുണവാൻ കച്ഛ വീര്യവാൻ മഹർഷേ ത്വം സമർത്ഥോസി ജ്ഞാതുമേവം വിധം നരം. ഏറ്റവും നല്ല നരൻ ആരാണ് മഹർഷേ എന്ന നാരദമുനിയോടുള്ള ചോദ്യത്തിന് നാരദമുനിയുടെ ഉത്തരമായിട്ടല്ലേ ഈ ഉത്തമ പുരുഷനായ ശ്രീരാമനെ നമ്മൾ തിരിച്ചറിയുന്നത്. അദ്ദേഹം വനവാസകാലത്ത് എന്ത് ആഹാരമായിരുന്നു കഴിച്ചിരുന്നത് പ്രിയപ്പെട്ടവരെ? അദ്ദേഹം വനവാസകാലത്ത് കാമധേനുവിന്റെ പാല് മാത്രം കഴിച്ചാണോ ജീവിച്ചിരുന്നത്? അദ്ദേഹം വനവാസകാലത്ത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പ്രിയ പത്നിയും ലക്ഷ്മണനും നല്ല ഒന്നാന്തരം മാംസഭക്ഷണമല്ലേ കഴിച്ചിരുന്നത്? ആദ്യ ദിവസം, പർണശാല കെട്ടിയ ആദ്യ ദിവസം തന്നെ രാമായണത്തിൽ പറയുന്നുണ്ടല്ലോ ശ്രീരാമൻ, അല്ലയോ ലക്ഷ്മണ, പോയി കൊള്ളാവുന്ന നല്ലൊരു കൃഷ്ണമൃഗത്തെ കൊന്നുകൊണ്ടുവരൂ, അതിനെ നന്നായി വേവിച്ച് പാകം ചെയ്തെടുക്കൂ, നമുക്ക് മൂന്നാൾക്കും ഭക്ഷിച്ചുകൊണ്ട് ആദ്യത്തെ യാഗം തുടങ്ങാമെന്നാണ്. അപ്പോൾ ഏത് മതത്തിന്റെ വികാരമാണ് പ്രിയപ്പെട്ടവരെ പാവപ്പെട്ട തട്ടുകടക്കാരൻ മാംസഭക്ഷണം വിതരണം ചെയ്താൽ വ്രണപ്പെടുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ശ്രീരാമചന്ദ്രൻ മനോഹരമായ വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഇരുന്ന് സീതാദേവിക്ക് മാംസഭക്ഷണം ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതിമനോഹരമായ പ്രണയ രംഗങ്ങൾ അധ്യാത്മരാമായണത്തിലും വാത്മീകി രാമായണത്തിലും നമുക്ക് വായിക്കാം. അങ്ങനെ വ്യത്യസ്തങ്ങളായ ഇടങ്ങളിൽ മാംസാഹാരം ഭക്ഷിക്കുന്നതിനെ മനോഹരമായി വിവരിച്ചിട്ടുണ്ട് രാമായണത്തിൽ. പക്ഷേ നമ്മുടെ നാടിപ്പോൾ പറയുന്നു പ്രിയപ്പെട്ടവരെ, പാവപ്പെട്ട തട്ടുകടക്കാരൻ
ഈ തട്ടുകടക്കാരന്റെ കാര്യം ഞാൻ പറയാൻ കാരണം എനിക്ക് ഇത് ഒരു അനുഭവമായി ഉണ്ടായിട്ടുള്ളത് കൊണ്ടും കൂടെയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ബറോഡ എന്ന് പറയുന്ന നാട്ടിൽ, ഗുജറാത്തിലെ ബറോഡ, അവിടെ ഞാനും എൻ്റെ ഭാര്യയും അവിടുത്തെ ബറോഡ മലയാളി സമാജം വിളിച്ചതനുസരിച്ച് അവരുടെ വാർഷികാഘോഷ പരിപാടി സംബന്ധിക്കാൻ പോയി. അന്ന് ഞങ്ങളെ പാർപ്പിച്ചത്, രാത്രി താമസിപ്പിച്ചത് ബറോഡ സർവകലാശാലയ്ക്കുള്ളിലെ ഗസ്റ്റ് ഹൗസിൽ ആയിരുന്നു. ആ ഗസ്റ്റ് ഹൗസിലേക്ക് സംഘാടകർ ഞങ്ങളെയും കൊണ്ട് ഇങ്ങനെ കയറുമ്പോൾ ആ ഗസ്റ്റ് ഹൗസിന്റെ മുന്നിൽ എഴുതി വെച്ചിരിക്കുന്നുണ്ട്, മാംസാഹാരം കഴിക്കുന്നവർക്ക് പ്രവേശനം ഇല്ല എന്ന്. ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഞാനും എൻ്റെ ഭാര്യയും നന്നായി മാംസാഹാരം കഴിക്കുന്നവരാണ്. ഞാൻ ഈ സംഘാടകരോട് പറഞ്ഞു, ഞാൻ മാംസാഹാരം മിണ്ടരുത് സാർ, മിണ്ടരുത് എന്ന്. അപ്പൊ ഞങ്ങൾ മിണ്ടാതെ അതിനകത്തിരുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, തൽക്കാലം ആരോടും അങ്ങ് മാഷങ്ങനെ പറയണ്ട, സുഹൃത്തുക്കൾ ആരെങ്കിലും വന്ന് വർത്താനം പറയുമ്പോഴും മാംസാഹാരം കഴിക്കുമെന്ന് പേര് പറയണ്ട. മാംസാഹാരം കഴിക്കുമെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മാംസാഹാരം കഴിക്കാൻ പാടില്ലാത്തവർ കയറേണ്ടത് തെറ്റിദ്ധരിപ്പിച്ച് കയറി താമസിച്ചു എന്ന കാരണത്താൽ നാളെ മറ്റന്നാൾ ചിലപ്പോ അങ്ങനെ രണ്ടാളുകൾ കേരളത്തിൽ നിന്ന് അവിടെ എത്തിയിട്ടുണ്ടാകില്ല എന്ന് വരും. അതുകൊണ്ട് പേടിച്ചിട്ട് അവർ പറയുന്നു, സാറ് ഒരാളോടും ദയവായി മാംസാഹാരം കഴിക്കണാരും പറയണ്ടായെന്ന്. നോക്കൂ, ഇന്ത്യയിൽ നമ്മൾ കൊടുക്കുന്ന നികുതി വെച്ച് നമ്മുടെ നികുതിപ്പണം കൊണ്ട് നടക്കുന്ന സർവകലാശാലയ്ക്കകത്ത് ഒരു പൊതുസ്ഥാപനത്തിനകത്ത് എല്ലാ ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല. പ്രിയപ്പെട്ടവരെ, ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാർക്ക് പ്രവേശനമില്ല. നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ നാട് 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 30-ാം നൂറ്റാണ്ടിലേക്കാണോ, 21-ാം നൂറ്റാണ്ടിലെ നിന്ന് 6-ാം നൂറ്റാണ്ടിലേക്കാണോ പോകുന്നത് എന്ന് ഈ കാര്യങ്ങൾ ഈ സൂചകങ്ങൾ നമ്മളെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ കണ്ടില്ലേ, സൂപ്പർസോണിക് വിമാനം കയറി 2 ദിവസം കൊണ്ട് 21-ാം നൂറ്റാണ്ടിൽ നിന്ന് 6-ാം നൂറ്റാണ്ടിലേക്ക് പോയത് നമ്മൾ കണ്ടില്ലേ. എനിക്ക് ഏറ്റവും വേദന തോന്നിയ, ഈ അടുത്ത കാലത്ത് കണ്ടതിൽ ഏറ്റവും വേദനിപ്പിച്ച 2 ചിത്രങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് കാണുവാനിടയായി, ദൗർഭാഗ്യമുണ്ടായി. ഒന്ന്, ഈ താലിബാൻ എന്ന് പറയുന്ന മതസംഘടന, ലോകത്തെവിടെ മതസംഘടന ജനാധിപത്യത്തെ അല്ല രാഷ്ട്രബോധത്തെ ഹൈജാക്ക് ചെയ്താലും സംഭവിക്കുന്നത് തന്നെ എന്ന് പറയാനാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ ഈ മതസംഘടന അവിടെ അധികാരം പിടിച്ചെടുക്കുന്ന ആ കാലത്ത് കണ്ട ഒരു ചിത്രം, ഈ അഫ്ഗാനിസ്ഥാന്റെ അതിർത്തിയിൽ അമ്മമാർ, അവിടുത്തെ ഉമ്മമാർ മക്കളെ ഇങ്ങനെ വാരി അയൽ രാജ്യത്തിലേക്ക് എറിയുന്നു. നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലത്ത്, പ്രബുദ്ധമായ 2021-ൽ അമ്മമാർ മക്കളെ വാരി എറിയുകയാണ് അടുത്ത രാജ്യത്തിലേക്ക്. അവിടെ എവിടെയെങ്കിലും തെരുവിൽ ചെന്ന് വീണ് ജീവൻ നിലനിൽക്കുകയാണെങ്കിൽ സ്വാതന്ത്ര്യത്തിന്റെ ശുദ്ധവായു ശ്വസിച്ച് ആത്മാഭിമാനത്തോടെ പട്ടിണി കിടന്ന് മരിച്ചാലും വേണ്ടില്ല, ഈ രാജ്യത്ത് നിന്ന് രക്ഷപ്പെടണം എന്ന് ഉമ്മമാർ സ്വന്തം മക്കളെ ഇങ്ങനെ വലിച്ചെറിയുന്ന ചിത്രം നമ്മളെല്ലാവരും കണ്ടു കാണും. പ്രിയപ്പെട്ടവരെ, മറ്റൊരു ചിത്രം എന്ന് പറയുന്നത്, ഈ അഫ്ഗാനിസ്ഥാനിൽ ഈ പുതിയ താലിബാൻ ഗവൺമെന്റ് വന്നപ്പോൾ ആദ്യം അവര് ഈ അന്താരാഷ്ട്ര സംഘടനകളെയും രാജ്യങ്ങളെയൊക്കെ തൃപ്തിപ്പെടുത്താൻ പറഞ്ഞു, ഞങ്ങൾ പഴയതുപോലെയൊന്നും അല്ല, സ്വാതന്ത്ര്യം എല്ലാവർക്കും കൊടുക്കും, സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് എല്ലാ സ്വാതന്ത്ര്യം കൊടുക്കും, വിദ്യാഭ്യാസ സ്വാതന്ത്ര്യം കൊടുക്കും എന്നെല്ലാം പറഞ്ഞു. എന്നിട്ട് അവർ കോളേജുകളും സ്കൂളുകളും തുറന്നു. അപ്പൊ ഞാൻ ആദ്യം കണ്ടത് ഒരു കോളേജിലെ ഒരു മുറിയാണ്. ആ മുറിക്കകത്ത് കുട്ടികൾ ഇങ്ങനെ ഇരിക്കുന്നു, ഒരു സൈഡിൽ പെൺകുട്ടികൾ മാത്രം, മറ്റേ സൈഡിൽ ആൺകുട്ടികൾ. ഇതിനിടയിൽ ഒരു കർട്ടൻ ഇട്ടിരിക്കുന്നു, അത്രേ ഉള്ളൂ. കുഴപ്പമില്ല, കണ്ടപ്പോൾ എനിക്ക് സമാധാനം തോന്നി. കാരണം ഇത്രയൊക്കെ നടക്കുന്നുണ്ടല്ലോ, കാരണം ഇങ്ങനെ താലിബാനെ പോലെ സംഘടന അതെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്ന ആശ്വാസം. പക്ഷേ 2 ആഴ്ച കൂടെ അങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം കാണുന്ന ചിത്രം എന്താണെന്നറിയോ? രാവിലെ ആൺകുട്ടിയും പെൺകുട്ടിയും എല്ലാം യൂണിഫോം എല്ലാം ധരിച്ച് ബാഗെല്ലാം തൂക്കി ഇങ്ങനെ സ്കൂളിലേക്ക് കയറി വരുന്നു. ആ സമയത്ത് ഒരു പുതിയ ഓർഡർ വരുന്നു, ഇന്നു മുതൽ ഈ രാജ്യത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസം ഇല്ല, നിരോധിച്ചിരിക്കുന്നു എന്ന്. അപ്പോ ഈ സ്കൂളിൽ വന്ന് ഗേറ്റിലെത്തിയ ആൺമക്കളെല്ലാവരും ക്ലാസ് മുറിയിലേക്ക് ഇങ്ങനെ കയറി പോകുന്നു. പെൺമക്കൾ അവസാനമായി ധരിച്ച യൂണിഫോമും തൂക്കിയ ബാഗുമായി കുനിഞ്ഞ ശിരസുമായി തിരിച്ച് തെരുവിലൂടെ സ്വന്തം വീടുകളിലേക്ക് പോകുന്ന ചിത്രം കാണാനിടയായി. നോക്കൂ, ഇതാണ് അഫ്ഗാനിസ്ഥാന്റെ ഇന്നത്തെ ചിത്രം. ഈ അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർവരമ്പ് വളരെ ചെറുതാണ്. അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അകലം വളരെ വളരെ കുറഞ്ഞു വരികയാണ്. പ്രിയപ്പെട്ടവരെ,
സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമേ പാടില്ല എന്ന് പറയുന്ന മനുസ്മൃതി ആയിരിക്കണം ഈ രാജ്യത്തിന്റെ, ഭാരതത്തിന്റെ അടിസ്ഥാന ഗ്രന്ഥം എന്ന് വാദിക്കുന്നവർക്ക് ജനാധിപത്യത്തെ ഹൈജാക്ക് ചെയ്യാൻ കഴിഞ്ഞ ഒരു കാലത്ത് അഫ്ഗാനിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തി വളരെ ചെറുതാണ് എന്ന തിരിച്ചറിവ്, എന്ന ബോധമാണ് കേരളത്തിലെ ഏറ്റവും സവിശേഷമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഉത്തരവാദിത്ത ബോധമുള്ള ഒരു ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടി സാംസ്കാരിക പ്രവർത്തകരെയും സാംസ്കാരിക ചിന്തകളെയും കൂടെ തെരുവുകളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി ഇണക്കി നിർത്തിയിരിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നമ്മളുടെ ഈ ഇരിപ്പ് വീണ്ടും വീണ്ടും ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഇത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന ഇരിപ്പാണ്. ഇത് നമുക്ക് വേണ്ടി മാത്രമുള്ള ഇരിപ്പ് അല്ല. അതുകൊണ്ട് തീർച്ചയായും ചിന്തകൾ, വർത്തമാനങ്ങൾ, പ്രതികരണങ്ങൾ വിരലുകളിൽ ഒന്ന് ശക്തമായി ചൂണ്ടുവാനുള്ളതാണ് എന്ന തിരിച്ചറിവ് കൂടെ ഉണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ വലിയ സംഗമത്തിൽ ഞങ്ങൾ കവികൾ ഞങ്ങൾക്ക് പറയാനുള്ള അവസരമായി ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് ഒരു കവിത ചൊല്ലി ഞാൻ ഈ കൂട്ടായ്മ സാംസ്കാരിക കാവ്യസംഗമം ഉദ്ഘാടനം ചെയ്യാം എന്ന് വിചാരിക്കുന്നു. ആദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര അറിഞ്ഞുകൂടാത്ത ഒരു കവിത, ഒരു പുതിയ കവിതയുടെ കുറച്ച് വരി ഞാൻ ചൊല്ലാം. ആ കവിതയുടെ പേര് കനൽപ്പൊട്ട് എന്നാണ്. കനൽപ്പൊട്ട്. ഇത് പെൺമക്കളെ കുറിച്ചുള്ള ഒരു ചിന്തയാണ് ഈ കവിത. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പാരസ്പര്യ ബോധം അതിൻ്റെ പാരമ്യത്തിലെത്തേണ്ടതുണ്ട്. ഇപ്പോഴും നമ്മുടെ ലോകത്തിലെ മിക്കവാറും സവിശേഷമായ ചില രാഷ്ട്രങ്ങൾ ഒഴിച്ച് മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും ആണ് മേൽക്കൈയുള്ള സമൂഹങ്ങൾ തന്നെയാണ് നിലനിൽക്കുന്നത്. ഇന്ത്യയിൽ പറയേണ്ടതില്ല, പ്രത്യേകിച്ച് കേരളത്തിൽ പോലും ഇത്രയും സമ്പന്നമായ വിദ്യാഭ്യാസവും ബോധവും എല്ലാം നിലനിൽക്കുമ്പോഴും ഈ സ്ത്രീയും പുരുഷനും തമ്മിലുള്ള അന്തരം അങ്ങനെ തന്നെ ഏറ്റക്കുറച്ചിലോടുകൂടി നിലനിൽക്കുന്നുണ്ട്. അത് പരിഹരിക്കുവാനുള്ള മാർഗങ്ങൾ നോക്കുന്നത് നമ്മുടെ പുരോഗമന പ്രസ്ഥാനങ്ങൾ മാത്രമാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ, ഞാൻ ഉത്തരയുടെ നാട്ടിൽ ഈ പാർട്ടിയുടെ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഈ കവിത അവതരിപ്പിക്കാൻ ചെന്നിരുന്നു. എത്ര പെൺമക്കളെയാണ് സ്ത്രീധനം എന്ന വൃത്തികേട് പറഞ്ഞ് പുരുഷന്മാർ ഇങ്ങനെ കൊല്ലുന്നത്, അല്ലെങ്കിൽ പുരുഷനുമായി ബന്ധപ്പെട്ടവരും ചേർന്ന് ആത്മഹത്യക്ക് പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ഈ അവസ്ഥ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിയിട്ടില്ല. സ്ത്രീ പുരുഷ സമത്വത്തിൽ നിന്നുണ്ടാകുന്ന അതിഗംഭീരമായ ഒരു സൗന്ദര്യബോധം, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യ അധിഷ്ഠിതമായ ഒരു വലിയ കാലം എന്നെങ്കിലും ഈ മനുഷ്യ സമൂഹത്തിന് അവകാശപ്പെടാൻ പറ്റുന്ന ഒരു കാലം ഉണ്ടാകണം എന്നും കൂടെ ആഗ്രഹിച്ചുകൊണ്ട്, പുരുഷനും സ്ത്രീയും ഒരുപോലെ ആകുന്ന ഒരു കാലത്തുണ്ടാകുന്ന മാറ്റങ്ങളെ മനസ്സിൽ കണ്ടുകൊണ്ട്, അപ്പോൾ ഈ കവിത എഴുതുന്നതിന് മുമ്പ് ഈ കവിത എഴുതാൻ എന്നെ പ്രേരിപ്പിക്കുന്ന പല ഘടകങ്ങളിൽ ഒന്ന്, ഞാൻ വായിച്ചിട്ടുള്ള പ്രണയത്തെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ആശയമാണ്. അതിങ്ങനെയാണ്: പണ്ട് ദൈവം മനുഷ്യനെ ഇന്നത്തെ പോലെ ആണും പെണ്ണുമായിട്ടല്ല സൃഷ്ടിച്ചതത്രേ. പണ്ട് ആദ്യം ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് ഉഭയലിംഗ ജീവി ആയിട്ടാണത്രേ. സ്ത്രീയുമല്ല പുരുഷനുമല്ല, രണ്ടും ഒരുമിച്ചുള്ള ഉഭയലിംഗ ജീവി. നമ്മൾ സ്വയം പരാഗണം എന്ന് കൊച്ചു മക്കളെ പഠിപ്പിക്കുന്നുണ്ട് സസ്യലോകത്ത്. അങ്ങനെ ഉഭയലിംഗ ജീവിയായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഈ ലോകത്തിന്റെ പ്രപഞ്ചത്തിന്റെ എല്ലാ രഹസ്യങ്ങളും കണ്ടെത്തി അവന്റെ മേധാശക്തി കൊണ്ട് അവനിങ്ങനെ പ്രപഞ്ച മനുഷ്യനായി വളർന്നപ്പോൾ ദൈവത്തിന് വല്ലാത്ത ഭയം തോന്നി. അപ്പോൾ ദൈവം മനുഷ്യനെ രണ്ടായി മുറിച്ചു മാറ്റി. അങ്ങനെ നമ്മളിൽ നിന്ന് ഓരോരുത്തരിൽ നിന്നും ഒരു ഭാഗം അടർന്നു പോയിട്ടുണ്ട്. ആ അടർന്നുപോയ, നമ്മളിൽ ഓരോരുത്തരിൽ നിന്നും അടർന്നുപോയ ആ ഭാഗത്തെ കണ്ടെത്തുവാനുള്ള അന്വേഷണമാണത്രേ പ്രണയം. അപ്പം നമ്മൾ ഓരോരുത്തരും ആ അന്വേഷണത്തിലാണ്. ചില ആളുകൾ ആ അന്വേഷണത്തിൽ 10% വിജയിച്ചെന്നിരിക്കും, ചില ആളുകൾ വിജയിച്ചേ ഉണ്ടാവില്ല, ചില ആളുകൾ 15%, 20%, 25%, 50% വരെയൊക്കെ ആകാം. ഇതുവരെയും ആരും അത് പൂർണ്ണതയിലെത്തിയിട്ടില്ല. അങ്ങനെ പുരുഷ സ്ത്രീ പൂർണ്ണതയിൽ നിന്നുണ്ടാകുന്ന ഒരു സൗന്ദര്യവും ഒരു ബലവും ഈ പ്രപഞ്ചത്തിന്റെ സകല രഹസ്യങ്ങളെയും കീഴടക്കുന്ന ഒരു കാലവും ഉണ്ടാകട്ടെ. സമത്വസുന്ദരമാകട്ടെ. തീർച്ചയായും ഈ സ്ത്രീകളുടെ ശക്തി എന്താണ് എന്നതിനെക്കുറിച്ച് ഒരു ചിന്ത ഉണർത്തിവിടാനാണ് ഞാൻ ഈ കവിതയെ കുറിച്ച് വരിച്ചിരുന്നത്. കവിതയുടെ പേര് കനൽ പൊട്ട്. വിൽക്കുവാൻ നിരത്തി
നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വിൽക്കുവാൻ നിരത്തിവച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വില കൊടുത്തു വാങ്ങി നമ്മളാടുമാടുകൾ, അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. വേട്ടയാടി കാട്ടുമൃഗം കൂട്ടിവച്ച തീറ്റയെ കട്ടെടുത്തു തിന്നപ്പോൾ നികൃഷ്ട നീതി സ്ത്രീധനം. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്ക് വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. നാണമില്ലേ ആണതെന്നു പേരു ചൊല്ലുവാൻ നിനക്കു വേറൊരാൾ വിയർത്തതിൻ്റെ ഉപ്പു തിന്നു വാഴുവാൻ. വിൽക്കുവാൻ നിരത്തി വച്ച പൈങ്കിളിയെ പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ. ആദ്യം ആദം എന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ആദ്യമാദമെന്ന വേദം ചേർത്തു വച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു നാം ഇരുട്ടിനെ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. ഭീരുവെന്ന പേരിനേകനർഹനാണ് പുരുഷനെന്ന നേരതിന്നിദാനമീ നഖങ്ങൾ കൂർത്ത കണ്ണുകൾ. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. പേടിയാണവൻ പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനപ്പുറം കടന്ന പ്രണയമെന്ന പൊരുളിലും. പേടിയാണവന്നു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. നേടിടാൻ കഴിഞ്ഞിടില്ല വന്നവൾക്കുമേൽ ജയം. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. പേടികൊണ്ടവൻ അവളെ കൂടഴിപ്പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി. വീടകത്ത് നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. വീടകത്ത് നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ. നോവിനാൽ കരഞ്ഞിടുന്ന നേർമയിൽ ചിരിച്ചിടുന്ന നേടിടാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ. എരിഞ്ഞു തീരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ. എരിഞ്ഞു തീരുവാനടുപ്പുകൊള്ളിയല്ല പെണ്ണവൾ. പടർന്നു കത്തിടേണ്ടതാം അമർന്ന തീക്കനൽ. കപട പുരുഷബോധമേ നിനക്കടക്കി വാഴുവാൻ അബലയല്ല ചപലയല്ല അഗ്നിയെന്നവൾക്കു പേർ.
ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ്, അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ഓർത്തുവയ്ക്ക നീ അവൾക്കു പാതി മാത്രമാണ്, അതിൻ്റെ പാതിയിൽ അവൾ പ്രപഞ്ചസാര സൗഭഗം. ആരുമാരെയും പരിച്ചിടാതെ തോളുരുമ്മിയാൽ, ആരുമാരെയും ഭരിച്ചിടാതെ തോളുരുമ്മിയാൽ, കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന് നേരടക്കി നാം ഇതേവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. കാടടക്കി നാടടക്കി ക്ഷീരപഥം കൂടടക്കി മാരി മഹാമാരികൾ തൻ വേരൊടുക്കി പോരടക്കി പൂർണ്ണതയ്ക്കു പൂർണ്ണമെന്നൊരർത്ഥമെന്ന നേരടക്കി നാം ഇതേവരെ ചിരം തെരഞ്ഞതാം പരമ്പൊരുൾ നേടുമന്നു സ്ത്രീ പുരുഷ ശ്രീലയത്തിൽ മാനുഷർ. അപ്പൊഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും, അപ്പൊഴിച്ചരാചരങ്ങൾ അത്ഭുതപ്പെടും. മനുഷ്യർ ഇത്രമേലുദാത്തമോ പ്രപഞ്ച സൃഷ്ടിയിൽ. അങ്ങനെ ഒരു കാലമുണ്ടാകട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് തീർച്ചയായും ഈ പരിപാടി, ധന്യമായ ഈ പരിപാടി ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് ഞാൻ വന്ന് ഇറങ്ങുമ്പോൾ എനിക്കൊരു മാല ഇട്ടിരുന്നു, ഒരു ഹാരം ഇട്ടിരുന്നു. ശ്രീ ചിരക് ഉണ്ട്, അദ്ദേഹം എനിക്കൊരു മാല ഇട്ടിരുന്നു. എന്നിട്ട് അദ്ദേഹം എന്നോട് ഒരു കാര്യം അഭ്യർത്ഥിച്ചു. അത് അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥനയ്ക്ക് മാനിച്ച് ഞാൻ അദ്ദേഹം പറഞ്ഞ ഒരു കവിതയുടെ കുറച്ച് പേര് ചൊല്ലുകയാണ്. ആ കവിതയുടെ പേര് ഒരു കർഷകൻ്റെ ആത്മഹത്യാ കുറിപ്പ് എന്നാണ്. ഇത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ്, വർഷങ്ങൾക്ക് മുമ്പ് ഈ വയനാട്ടിൽ നിരന്തരമായി കർഷകർ ഇങ്ങനെ ആത്മഹത്യ ചെയ്യുന്നൊരു കാലമുണ്ടായിരുന്നു. അതായത് നമ്മൾ ഈ 90കളിൽ ഉണ്ടായ ഒരു ഇറക്കമുണ്ടൊരു കമ്പോളത്തിൻ്റെ ഇറക്കം. അപ്പോൾ ഈ കമ്പോളം ഇങ്ങനെ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഭ്രമാത്മകമായി വരികയും നമ്മുടെ കാർഷിക മേഖല പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്ത കാലത്ത് കർഷകർ വല്ലാതെയാവുകയും കുറേ ആളുകൾ ആത്മഹത്യ ചെയ്തു. അന്ന് വയനാട്ടിൽ നിന്ന് പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ഈ കവിതയ്ക്കിടയാക്കിയത്. അതായത് അവിടുത്തെ ഒരു പാവപ്പെട്ട ഒരു കർഷകൻ, കൃഷിയെല്ലാം നശിച്ച് കുറേ കാലം കൊണ്ട് കൃഷിയിൽ ഇടാതിരുന്ന ഒരു കർഷകൻ, അദ്ദേഹത്തിന് 4 ഏക്കർ വയലിൽ അദ്ദേഹം ലോണെടുത്ത് കൃഷി തുടങ്ങി. വയൽ ഇങ്ങനെ നെൽച്ചെടികളെല്ലാം ഇങ്ങനെ വന്നു, ഗംഭീരമായി കൃഷി ഇങ്ങനെ നന്നായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് പ്രകൃതി പ്രതികൂലമാവുകയും അദ്ദേഹത്തിൻ്റെ നെൽച്ചെടികളെല്ലാം കരിഞ്ഞു പോവുകയും ചെയ്തു. അപ്പോൾ ഒരു ദിവസം വയലിൽ നിന്ന് തിരിച്ച് വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ആ ഭാര്യയും ഒറ്റ മകളും വിഷമത്തോടെ ഇരിക്കുന്നു. അപ്പോൾ എന്താ കാര്യമെന്ന് തിരക്കി പറഞ്ഞു, ഇന്ന് ബാങ്കിൽ നിന്ന് ഇപ്പോൾ ആൾ വന്നിരുന്നു, ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി, അവർ ഒരുപാട് വഴക്ക് പറഞ്ഞു, ലോണ് ഇങ്ങനെ മുടങ്ങിയാൽ ഇവിടെ ഈ വീടും പരിസരവും എല്ലാം അവർ ജപ്തി ചെയ്ത് കൊണ്ടുപോകുമെന്ന് അവർ പറഞ്ഞിട്ട് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് ഈ പാവം കർഷകൻ ആത്മഹത്യ ചെയ്യാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ അദ്ദേഹം പ്രഭാതം വളരെ നേരത്തെ 4 മണിക്ക് മുമ്പ് എണീറ്റ് പശുക്കളെയെല്ലാം കറന്ന് അടുക്കളയിൽ പാലെല്ലാം ഭദ്രമായി കൊണ്ടുവച്ച് മാതാവിൻ്റെ തിരുരൂപത്തിന് മുന്നിൽ ഒരു മെഴുകുതിരിയെല്ലാം കൊളുത്തി വെച്ച് ഉറങ്ങിക്കിടക്കുന്ന ഭാര്യയും മകളെയും ഒരു നോക്ക് കണ്ട് നേരെ ഈ വയലിൽ, കരിഞ്ഞു കിടക്കുന്ന വയലിൽ വരികയും അവിടുത്തെ നെൽച്ചെടികളെല്ലാം ഒരുമിച്ച് കൂട്ടിയിട്ട് ആ നെൽച്ചെടികളിൽ നിന്ന് ഒരു കറ്റയെടുത്ത് സ്വന്തം ശരീരത്തിൽ കൊടുത്ത് തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുകയാണ് ഉണ്ടായത്. ഞാൻ ആലോചിച്ചു, ഈ കർഷകൻ തലേ ദിവസം രാത്രി ഉറങ്ങിയിട്ടേ ഉണ്ടാകില്ല. അങ്ങനെ അദ്ദേഹം അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ എന്തെല്ലാം ഓർമ്മകൾ പോയിട്ടുണ്ടാകും. അത് അദ്ദേഹം ഒരു ആത്മഹത്യാക്കുറിപ്പായി എഴുതി വച്ചിരുന്നെങ്കിൽ അതെങ്ങനെ ഇരിക്കും എന്ന ചിന്തയിൽ നിന്നാണ് ഈ കവിത. എൻ്റെ ശബ്ദത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടെന്നാൽ ഞാൻ ഒരു ശ്രമം നടത്തുകയാണ്. ഒരു കർഷകൻ്റെ ആത്മഹത്യാ കുറിപ്പ്.
ഒരു കർഷകന്റെ ആത്മഹത്യാ കുറിപ്പ്. ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, ഇതു പാടമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിന്റെ യമുനയാണ്. ഇനി എന്റെ ശാന്തിയുമെടുത്തുകൊള്ളുക, ഇനി എന്റെ ശാന്തിയുമെടുത്തുകൊള്ളുക. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. കർക്കിടക്കൂട്ടങ്ങൾ മേയുന്ന മടവകൾ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാരസരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേത സന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, വറുതി കത്തുന്നു കറുക്കുന്നു ചിന്തകൾ. ഇനി എന്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ബോധവും എടുത്തുകൊള്ളുക. വൈക്കോൽമിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കട തെയ്യങ്ങളാടുന്നു. വൈക്കോൽമിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടി കട തെയ്യങ്ങളാടുന്നു. ഇനി എന്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എന്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എന്റെ ശാന്തിയും എടുത്തുകൊള്ളുക, ഇനി എന്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക, ഇനി എന്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനം, ഇനി എന്റെ കരളും, ഇനി എന്റെ പാട്ടും, ഇനി എന്റെ ബോധവും, ഇനി എന്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവും എടുത്തുകൊള്ളുക, ഇനി എന്റെ ചലനവും എടുത്തുകൊള്ളുക. കർഷകനെ ഇപ്പോ നമ്മളെ നാട്ടിൽ ഒരു കർഷക മുന്നേറ്റം വിജയിച്ചു നിൽക്കുന്ന കാലമാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് ആ കർഷക മുന്നേറ്റം വിജയിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് ഈ കർഷകരുടെ നിയമങ്ങൾ, ഈ കാർഷിക നിയമങ്ങൾ കൊണ്ടുവന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് ഗംഭീരമാണ്, ഈ നിയമങ്ങൾ കർഷകന് വലിയ ഗുണം ചെയ്യും. ആദ്യം ചെയ്തത് ചന്തകൾ എടുത്ത് കർഷക, അതായത് ഗ്രാമീണ ചന്തകൾ എടുത്തു കളയുക എന്നുള്ളതാണ്. അങ്ങനെ ഇനി നമ്മുടെ നാട്ടിലൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ അത് പാടില്ല. കൃഷിക്കാർ അങ്ങനെ ചന്തയിൽ കൊണ്ടുവന്ന് വിൽക്കാൻ പാടില്ല. ഓരോ കൃഷിക്കാർക്കും കൃത്യമായ രീതിയിൽ എന്ത് കൃഷി ചെയ്യണമെന്ന്, പിന്നെ അതിന് ആരെ ഏത് കൃഷിയിടത്ത് എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ച് തരും. അവിടെ നിങ്ങൾ ആ കൃഷി ചെയ്യുക, നിങ്ങൾ പറയുന്ന ആളിന് കൊടുക്കുക, ഇഷ്ടമുള്ള വില, ധാരാളം വില കിട്ടും. അതാണ് ഈ അടിസ്ഥാനപരം ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ 1 കിലോ കപ്പയ്ക്ക് 30 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് 60 രൂപ കിട്ടും കപ്പയ്ക്ക്. നിങ്ങൾ ചന്തയിൽ കൊണ്ടുപോകേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് കപ്പയുടെ വിത്ത് തരും, നിങ്ങളത് നടുക, നിങ്ങൾ ആ കപ്പ കൊടുക്കുക. നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്നത് 30 ആണെങ്കിൽ എത്ര കിട്ടും? 60 കിട്ടും. അത് കേൾക്കുമ്പോൾ ആദ്യം നമുക്ക് സന്തോഷം തോന്നും. അത് ആണ് ഈ നിയമത്തിന്റെ അടിസ്ഥാനം. പ്രിയമുള്ളവരെ, നിങ്ങൾ അറിയണം, ഇത് ആർക്ക് വേണ്ടിയാണ് ഈ നിയമം കൊണ്ടുവന്നതെന്ന് അറിയാമോ?
ഈ ഗ്രാമീണ ചന്തകളെയെല്ലാം ഇല്ലാതാക്കി നമ്മുടെ നെല്ലും കൃഷിയിലെ മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങളും ശേഖരിച്ചത് ആർക്ക് വേണ്ടിയാണ് എന്നറിയാം. അതറിയണമെങ്കിൽ മറ്റൊരു വാർത്ത നിങ്ങൾ വായിച്ചു നോക്കണം. അതായത് ബംഗ്ലാദേശിൽ അദാനി എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ മുതലാളി ബംഗ്ലാദേശ് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ബംഗ്ലാദേശിലെ ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി അല്ലെങ്കിൽ ഹെക്ടർ ഭൂമി വാങ്ങി മതിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. അവിടെ ഫുഡ് പ്രോസസിംഗ് ഫാക്ടറികൾ നിറയെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഭക്ഷ്യ സംസ്കരണശാലകൾ. ഈ ഭക്ഷ്യ സംസ്കരണശാലകൾക്ക് ആവശ്യത്തിന് എന്ത് വേണം? അസംസ്കൃത വസ്തു വേണം. അരി വേണം, ഗോതമ്പ് വേണം, മറ്റെല്ലാം വേണം. അതെവിടുന്ന് കിട്ടും? അത് സംഘടിപ്പിക്കുവാൻ വേണ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട്ടിൽ പുതിയ കാർഷിക നയം എന്ന പേരിൽ കർഷകനെ ആദ്യം പ്രലോഭിപ്പിച്ചുകൊണ്ട് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുവാൻ കൊണ്ടുവന്ന സാധനം. കാരണം കോടാനുകോടി ടൺ സാധനം അവർക്ക് വേണം. അവിടെ അവർ ഭക്ഷ്യം സംസ്കരിക്കും, പലതര മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കും, അത് ലോകം മുഴുവൻ കയറ്റി അവർ കാശുണ്ടാക്കും. അതിനാവശ്യമായ ഉൽപ്പന്നം അവർക്ക് വേണം. നമ്മുടെ ആളുകൾക്ക് ഭക്ഷണം കഴിക്കാനോ നമ്മുടെ കർഷകന് മതിയായ വേതനം കിട്ടാനുമായിരുന്നു. ഇത് പൊതുജനം മനസ്സിലാക്കി വന്നു. അതാണ് ചൂണ്ടുവരലിന്റെ ഗുണം, അതാണ് ഈ പ്രക്ഷോഭങ്ങളുടെ ഗുണം. അങ്ങനെ മനസ്സിലാക്കി വരുമ്പോൾ ഇത് തങ്ങൾക്ക് തന്നെ വലിയ പ്രശ്നമുണ്ടാകുമെന്ന് കണ്ടപ്പോഴാണ് വളരെ സമാധാനകാംക്ഷികളായി നമ്മുടെ ഭരണകൂടം എല്ലാ കാര്യങ്ങളും അംഗീകരിക്കുകയും ഇപ്പോൾ നമ്മുടെ ധീരരായ കർഷകർ അവരുടെ പ്രതിരോധത്തിന്റെ വിജയം കൊയ്യുകയും ചെയ്തത്. തീർച്ചയായും അതുകൊണ്ട് ഇത്തരം കൂട്ടായ്മകൾ നിലനിർത്തുക, പൊതു ഇടങ്ങൾ നിലനിർത്തുക എന്നതാണ് ഏറ്റവും പ്രധാനം. ഇവിടെ തീർച്ചയായും ഈ പരിപാടിക്ക് ഇട്ടിരിക്കുന്ന പേര് മനുഷ്യനാകണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മനുഷ്യനാകണം എന്നെ കവിത ചൊല്ലാൻ, കുറച്ചെങ്കിലും ചൊല്ലാൻ ഞാൻ ബാധ്യസ്ഥനാണ്. അത് മനുഷ്യനാകണം എന്ന കവിതയെ കുറച്ച് വരികൾ ചൊല്ലുന്നു. ഈ മനുഷ്യനാകണം എന്ന കവിത എഴുതിയതിന്റെ പേരിൽ ഞാൻ ധാരാളമായി ഞാനും എൻ്റെ ഭാര്യയും ഒരു രാത്രി മുഴുവൻ 24 മണിക്കൂർ അടുത്ത ദിവസവും, അതായത് രാത്രി തുടങ്ങി അടുത്ത ദിവസം പകലും ഇങ്ങനെ ഫോൺ തുറക്കാൻ പറ്റില്ല, ഓണാക്കാൻ പറ്റില്ല. ഓണാക്കി കഴിഞ്ഞാൽ ഉടനെ കോൾ വരും. അപ്പൊ അതില് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത്, അയാൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അയാൾ പറഞ്ഞു, നിനക്ക് ഒരു സാധനം വച്ചിട്ടുണ്ട്, ഈ കാര്യം, ഈ കവിത എഴുതിയതിന് നിനക്കൊരു കാര്യം ഞങ്ങൾ വച്ചിട്ടുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറ്റവും അഭിമാനം തോന്നിയ ഒരു കാര്യം കൂടി അയാൾ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് അയാൾക്ക് മനസ്സിലായി എന്ന് എനിക്ക് മനസ്സിലായ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അതെന്താണെന്ന് അറിയാമോ? അത് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്നതിനിടയിൽ പറയുന്ന കാര്യം, അത് അടിവരയിട്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. എടാ, നീ ഞങ്ങളെല്ലാം കൂടെ ലോകത്ത് നിന്ന് വലിച്ചെറിഞ്ഞു കഴിഞ്ഞ, ചവറ്റുകുട്ടയിൽ വലിച്ചെറിഞ്ഞ ഈ മാർക്സിസം എന്ന് പറഞ്ഞ വൃത്തികേടിനെ നീ കൊച്ചു മക്കൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ വീണ്ടും തള്ളി കയറ്റുന്നോടാ അവരുടെ ഹൃദയത്തിലേക്ക്. അപ്പൊ എനിക്ക് തോന്നുന്നുണ്ട്, അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ അങ്ങനെ പുതിയ മക്കൾ, അതെനിക്ക് തോന്നുകയും ചെയ്തു. കാരണം കൊച്ചു മക്കൾ എനിക്ക് ഫോണിൽ ഇങ്ങനെ അയച്ചു തരുന്നുണ്ട്. അവർ കൊച്ചു കുഞ്ഞുങ്ങളിങ്ങനെ മനുഷ്യനാകണം എന്ന് പറഞ്ഞ് ചൊല്ലിയിട്ട് മാർക്സിസം എന്ന വേർഡ് ഒരു പക്ഷേ നമ്മുടെ പുതിയ ഈ കുഞ്ഞു മക്കൾ, ഇംഗ്ലീഷ് ഭാഷ മാത്രം പഠിക്കാൻ വിധിക്കപ്പെട്ട, മലയാളം അറിഞ്ഞുകൂടാത്ത കൊച്ചു മക്കൾ മാർക്സിസം എന്ന വേർഡ് ആദ്യം കേൾക്കുന്നത് ഒരു പക്ഷേ ഈ കവിതയിലൂടെ. നാളെ മറ്റന്നാൾ എന്താണ് മാർക്സിസം എന്ന അന്വേഷണം അവരുടെ ഇടയിൽ നിന്നുണ്ടാകും. ആ പേടിയാണ് അവരെ ഇങ്ങനെ പേടിപ്പെടുത്തുവാൻ കൂടെ ഇടയാക്കുന്നത് എന്നത് വലിയ സന്തോഷം തരുന്ന ഒരു കാര്യവും കൂടെയാണ്. എങ്കിൽ പോലും വളരെ കരുതലോടെ ഇരിക്കേണ്ടതും ആണ് ഈ കാലം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട്, കാറൽ മാർക്സ് എന്ന് പറയുന്ന നിസ്വനായ മനുഷ്യൻ ലോകത്തിൽ എങ്ങനെ നന്മയുണ്ടാക്കാം, എല്ലാവരും തുല്യരാകുന്ന ഒരു കാലം ഉണ്ടാക്കാം. നോക്കൂ, എല്ലാവരും തുല്യരാകണമെന്ന് സ്വപ്നം കണ്ട ആദ്യത്തെ ജനത നമ്മളാണ്, നമ്മൾ മലയാളികളാണ്. ആദ്യത്തെ ജനത എന്ന് പറയുന്നത് ചരിത്രകാലത്തെ, ആധുനിക ചരിത്രകാലം എടുത്തു നോക്കിയാൽ സത്യത്തിൽ ലോകത്തിൽ ആദ്യമായി എല്ലാവരും തുല്യരാകുന്ന ഒരു കാലം വരണമെന്ന് മനോഹരമായി ആഗ്രഹിച്ചത് നമ്മൾ മലയാളികൾ. കാരണം നമ്മുടെ ദേശീയ ഉത്സവമാണ് ഓണം. ലോകത്ത് ഒരു സമൂഹവും ഇക്വാളിറ്റി, സമത്വം എന്ന ആശയം വെച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടുന്നില്ല. നമ്മൾ മലയാളികൾ മാത്രമാണ് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന സമത്വം എന്ന ആശയം വെച്ചുകൊണ്ട് ദേശീയ ഉത്സവം കൊണ്ടാടുന്ന ഒരേ ഒരു സമൂഹം. പ്രിയപ്പെട്ടവരെ, നമുക്ക് അഭിമാനിക്കാം. അതുകൊണ്ടാണ് ഈ സമത്വബോധം നമുക്കുള്ളത് കൊണ്ടാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യത്തിലൂടെ ഒരു സോഷ്യലിസ്റ്റ് ഗവൺമെന്റ് ആദ്യമായി കേരളത്തിൽ തന്നെ ഉണ്ടാകാൻ കാരണം. അടിസ്ഥാനപരമായി മനുഷ്യരെല്ലാവരും ഒന്നുപോലെ, ധർമ്മണ്യേവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പര. രാജ്യമില്ല, രാജാവില്ല,
കള്ളനില്ല, പോലീസില്ല, ഉള്ളവനില്ല, ഇല്ലാത്തവനില്ല. ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെടുന്ന ഒരു കാലമുണ്ടാകും എന്ന് സ്വപ്നം കണ്ടത് നമ്മൾ മലയാളികളാണ്. ഈ സ്വപ്നത്തിന്റെ യഥാർത്ഥത്തിലുള്ള ശാസ്ത്രീയമായ പേരാണ് മാർക്സിസം. രാജ്യ, അതാണ് മാർക്സ് പറഞ്ഞത്, സ്റ്റേറ്റ് വിൽ വിതർ അവേ, രാഷ്ട്രങ്ങൾ ഒഴിഞ്ഞു പോകും എന്നാണ്. അതിനെയാണ് നമ്മുടെ പൂർവ്വസൂരികൾ, നമ്മുടെ പൂർവ്വപിതാമഹന്മാർ പറഞ്ഞത്, രാജ്യമുണ്ടാകില്ല എന്നാണ് അങ്ങനെ വരുന്നത്. പരസ്പരം ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം സംരക്ഷിക്കപ്പെടുന്ന ഒരു കാലം വരുന്നു. അത് തന്നെയാണ് മാർക്സ് പറഞ്ഞത്. കഴിവിനൊത്തു പണിയണം, ചെലവിനൊത്ത് എടുക്കണം, മിച്ചമുള്ളതോ പകുത്ത് പങ്കുവയ്ക്കണം. ഫ്രം ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് എബിലിറ്റി, ഓരോരുത്തരും അവരവന്റെ കഴിവിനനുസരിച്ച് സമൂഹത്തിന് കൊടുക്കണം. ടു ഈച്ച് അക്കോർഡിംഗ് ടു ഹിസ് നീഡ്, ഓരോരുത്തരും അവരവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കണം. അപ്പൊ എന്തുണ്ടാവും? കുറച്ച് മിച്ചം വരും. അത് ദുർബലൻ അവന്റെ കഴിവിനനുസരിച്ച് പണിയുന്നുണ്ട്, അവന്റെ ആവശ്യവും നമ്മുടെ ആവശ്യവും തുല്യമാണ്. അതുകൊണ്ട് അവൻ ആ മിച്ചം കൂടെ എടുത്ത് അവനുള്ള. അപ്പൊ ധർമ്മം കൊണ്ട് പ്രജകൾ പരസ്പരം രക്ഷിക്കപ്പെട്ടാൽ പിന്നെ എന്തിനാണ് രാഷ്ട്രം? ഭരിക്കാൻ എന്തിനാണ് ആള്? ഭരിക്കപ്പെടാൻ ആളെന്തിന് എന്നാണ് മാർക്സ് പറഞ്ഞത്. അതിന്റെ ശാസ്ത്രീയമായ അതിന്റെ പടികൾ, അത് അങ്ങനെ എത്തിച്ചേരുന്നതിന് മനുഷ്യരാശി എങ്ങനെ എത്തിച്ചേരാൻ കഴിയും എന്ന് ശാസ്ത്രീയമായി പറഞ്ഞ മഹാനായ മനുഷ്യനാണ് മാർക്സ്. മങ്ങിയ കാഴ്ചകൾ കണ്ടു മടുത്തപ്പോൾ നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ മഹാരഥന്മാർ നമുക്ക് വെളിച്ചമായി വന്നിട്ടുണ്ട്. അതില് ക്രിസ്തുദേവനുണ്ട്, സോക്രട്ടീസ് ഉണ്ട്, സ്പാർട്ടക്കസ് ഉണ്ട്, ക്രിസ്തുദേവനുണ്ട്, ഗാന്ധിജിയുണ്ട്, കാറൽ മാർക്സ് ഉണ്ട്. അവർക്കെല്ലാം നമ്മൾ കൊടുത്ത വെർഷൻസ് വേറെയാണ്. ആ അർത്ഥത്തിൽ തന്നെയാണ് മാർക്സിസം എന്ന് കേൾക്കുമ്പോൾ വിരല് പിടിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ജീവിക്കുന്നു ഈ പരിഷ്കൃത ലോകത്ത് എന്നുള്ളതിന്റെ അടയാളവും കൂടെ നമ്മൾ ഈ കവിതയ്ക്കെതിരെയുള്ള പ്രതികരണങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. എന്തായാലും ഈ മാർക്സ് അദ്ദേഹം അധികാരത്തിൽ എഴുതിയിട്ടുള്ള ആളല്ല, നിസ്വനായി ജീവിച്ച് പട്ടിണി കിടന്ന് മരിച്ചുപോയ മഹാനായ കാറൽ മാർക്സ് നമുക്ക് മുന്നിൽ ഉണ്ടാക്കി തന്ന സമത്വസുന്ദരമായ ഒരാശയത്തിന്റെ പിൻപറ്റിയാണ് നമ്മളെല്ലാം യാത്ര ചെയ്യുന്നത്. അതിനുവേണ്ടിയുള്ള സ്വപ്നത്തിലൂടെയാണ്, ആ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മുടെ രക്തസാക്ഷികൾ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി നമ്മൾ ആകേണ്ടത് മനുഷ്യനാണ്, മനുഷ്യനാകണം, മനുഷ്യനാകണം, മനുഷ്യനാകണം. ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. മനുഷ്യനാകണം, ഉയർച്ച താഴ്ചകൾക്കതീതമായ സ്നേഹമേ, നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. കൊന്നു ഞങ്ങളെ കൊന്നു തള്ളിടാം, എങ്കിലും തോൽക്കുകില്ല, അതാണ് മാർക്സിസം. തോൽക്കുകില്ല, തോറ്റുവെങ്കിലില്ല മാർക്സിസം. മാറ്റമെന്ന മാറ്റമേ നേർവഴിക്കു മാറണം, മാറി മാറി നാം മനുഷ്യരൊന്നു പോലെയാകണം. നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. ആ നേർവഴിക്കു നാം കൊടുത്ത പേരതാണു മാർക്സിസം. മാറ്റമില്ലാത്തതായി ഒന്നേ ഉള്ളൂ, അതാണ് മാറ്റം. ഞാൻ എന്തായാലും ഈ പരിപാടി ഇനി എൻ്റെ പ്രിയപ്പെട്ട സഹോദര കവി ഇഞ്ചക്കാടും നൗഷാദും കവിത ചൊല്ലിയതിനു ശേഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ മനുഷ്യനാകണം എന്നുള്ളത് പൂർത്തീകരിച്ച് തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഈ പരിപാടി താഴ്മയോടെ ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്നു.